ഈ ഒരു എറർ എന്താന്ന് വെച്ചാല് നമ്മളൊരു ജാങ്കോ പ്രൊജക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എററാണ് ഈ 404 എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് ഇല്ലാത്തൊരു കണ്ടന്റിനെ ആക്സസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ URL കൊടുക്കാൻ വിട്ടുപോകുമ്പോഴോ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇത് നമ്മൾ HTTP കോഡ് സ്റ്റാറ്റസ് എറർ എന്നാണ് പറയാറ്. നമുക്കിനി ഈ ഒരു 404 എറർ എങ്ങനെ റിസോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ എറർ വന്നാൽ നമ്മൾ ആദ്യം ഈ ഒരു പാത്ത് അതിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളെ പ്രൊജക്ടിന്റെ അകത്ത് ഈ കൺസോളിന്റെ അകത്ത് എന്താ എറർ അടിക്കുന്നത് നോക്കാം. നോട്ട് ഫൗണ്ട് ആണ് ആ ഒരു URL. അപ്പോൾ ഈ ഒരു urls.py വന്നിട്ട് ആ ഒരു പാത്ത് അവിടെ ഉണ്ടോ എന്ന് വെച്ച് ചെക്ക് ചെയ്യാം. അത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു പാത്ത് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യണം. ആ ഒരു പാത്ത് കൊടുക്കുക, പാത്തിന്റെ പേര് കൊടുക്കുക, പേര് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. വ്യൂസ് ആ ഒരു പാത്തിന്റെ പേര് കൊടുത്തു, ലാസ്റ്റ് ഹോം കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്നില്ലേ, ഇതാണ് നമ്മൾ ആ ഒരു 404 എറർ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഡെവലപ്പേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് ആ ഒരു സൈറ്റ് കയറി കഴിഞ്ഞ് അവരിപ്പോ അറിയാതെ ഒരു URL അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് കാണിക്കും, ഒരു പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള ഒരു എറർ കാണിക്കും. അപ്പൊ ആ ഒരു എറർ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസൈൻ ചെയ്ത് വെക്കും. 404 എന്ന് പറഞ്ഞിട്ടൊരു ഡിസൈൻ ചെയ്യും. അതിന്റെ താഴെ നമുക്ക് തിരിച്ച് ഹോമിലേക്ക് പോകാനുള്ള ഒരു href ലിങ്ക് ആയിട്ട് ഗോ ബാക്ക് എന്നുള്ള ലിങ്ക് കൊടുക്കും. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പ്ലീസ് ഡു ഫോളോ.